السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മുടെ ഫിഖ് ക്ലാസിൻ്റെ 6ാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വുദൂഇൻ്റെ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും വുദൂ മുറിയുന്ന കാര്യങ്ങളുമൊക്കെ നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തയമ്മുമിലേക്കാണ് കടക്കുന്നത്. വെള്ളത്തിൻ്റെ ലഭ്യത കുറവ് കൊണ്ടോ അല്ലെങ്കിൽ വെള്ളമുണ്ടായിട്ടും ഉപയോഗിക്കാനുള്ള തടസ്സങ്ങൾ നമ്മുടെ അവയവങ്ങളിൽ ഉണ്ടായതുകൊണ്ടോ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസരം വരുമ്പോൾ ഏതൊരാൾക്കും വുദൂഇന് പകരം നിസ്കാരത്തിൻ്റെ മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് തയമ്മും എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് തയമ്മും എന്നതിലേക്ക് നമുക്ക് കടക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ തയമ്മുമിൻ്റെ ഷർത്തുകളും ഫർളുകളുമാണ് പറയുന്നത്. തയമ്മുമിന് 5 ഷർത്തുകളാണ് നമ്മുടെ മുസന്നിഫ് പറയുന്നത്. നോക്കൂ, وشروط التيمم 5: وجود العذر من سفر أو مرض، ودخول وقت الصلاة، وطلب الماء، وتعذر استعماله، والتراب الطاهرة. وشروط التيمم 5. തയമ്മുമിൻ്റെ ഷർത്തുകൾ 5 എണ്ണമാണ്. ഒന്നാമത്തെ ഷർത്ത് വുജൂദുൽ ഉദ്രി മിൻ സഫരിൻ ഔ മറദിൻ. വിശുദ്ധമായ ഖുർആനിൽ പ്രധാനമായും എടുത്തു പറഞ്ഞ രോഗം അല്ലെങ്കിൽ യാത്ര, അതുപോലെയുള്ള ഉദ്ർ ഉണ്ടായിരിക്കുക. വുജൂദുൽ ഉദ്രി, ഉദ്ർ ഉണ്ടാവുക, ഇളവ് ലഭിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാവുക. എന്തൊക്കെയാണത്? മിൻ സഫരിൻ ഔ മറദിൻ. പ്രധാനമായും ഒന്നുകിൽ രോഗം അല്ലെങ്കിൽ യാത്ര. രോഗമുണ്ടാകുമ്പോൾ ശരീരത്തിൽ വെള്ളം ഉപയോഗിക്കാൻ പ്രയാസമുണ്ടാകും. അതല്ലെങ്കിൽ യാത്രയിലാകുമ്പോൾ ഒരുപക്ഷെ വെള്ളം ലഭിക്കാത്ത നാടുകളിലൂടെ ഓടുവഴികളിലൂടെയായിരിക്കും യാത്ര ചെയ്യേണ്ടി വരിക. അപ്പോൾ വുദൂ ചെയ്യാൻ വെള്ളം ഉപയോഗിക്കാൻ പ്രയാസകരമാകുന്ന അവസ്ഥ വരും. ഇത്തരം ഘട്ടങ്ങളിലാണ് പ്രധാനമായും വുദൂ ചെയ്യുന്നതിന് പകരം തയമ്മും ചെയ്യുന്നത്. രണ്ടാമത്തെ ഷർത്ത് ദുഖൂലി വഖ്തി സ്വലാഹ്. നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിക്കണം. ഇങ്ങനെ ഉദ്റുള്ള ഒരാൾ തയമ്മും ചെയ്യുമ്പോൾ ബാങ്ക് കൊടുത്തതിന് ശേഷമേ തയമ്മും ചെയ്യാവൂ. ളുഹർ നിസ്കരിക്കാനുള്ള തയമ്മും ളുഹറിൻ ബാങ്ക് കൊടുത്ത് ളുഹറിൻ്റെ സമയമായതിനു ശേഷമേ പറ്റൂ. അസർ നിസ്കരിക്കാൻ വേണ്ടിയുള്ള തയമ്മും അത് അസർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ചെയ്തു വെക്കാൻ പറ്റില്ല. മറിച്ച് ആ സമയമായതിനു ശേഷം മാത്രമേ, അസറിൻ്റെ സമയത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം മാത്രമേ തയമ്മും ചെയ്യാൻ പറ്റുകയുള്ളൂ. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ്, തയമ്മും ചെയ്യുന്ന സന്ദർഭത്തിൽ ശരീരത്തിലെ മുറിവുകളോ വുദൂഇൻ്റെ അവയവങ്ങളിലുള്ള അത്തരം തടസ്സങ്ങൾ കാരണം നമ്മൾ വുദൂ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കയ്യിലാണ് മുറിവ് എങ്കിൽ നമ്മൾ കൈ കഴുകുന്നത് വരെയുള്ള വുദൂഇൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. വായിൽ വെള്ളം കൊപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി മുഖം കഴുകി കൈ കഴുകേണ്ട അവസരം എത്തുമ്പോഴാണ് തയമ്മും ചെയ്യേണ്ടത്. അപ്പം മുഖം കഴുകി കഴിഞ്ഞിട്ട് ഇനി കയ്യിലെ മുറിവില്ലാത്ത ഭാഗം കഴുകുകയും ബാക്കിയുള്ള ഭാഗത്തിന് വേണ്ടി തയമ്മും ചെയ്യുകയും ചെയ്തിട്ടാണ് പിന്നെ എന്തിലേക്ക് നീങ്ങേണ്ടത്? തല തടവി കാല് കഴുകേണ്ടത്. മുഖത്താണെങ്കിൽ അങ്ങനെയാണ്. ഇപ്പം മുഖത്തും മുറിവുണ്ട് കാലിലും മുറിവുണ്ട് എങ്കിൽ മുഖത്തിന് വേണ്ടി ഒരു തയമ്മും വേണം, കാലിന് വേണ്ടി വേറൊരു തയമ്മും വേണ്ടി വരും. അപ്പം എന്ന് പറഞ്ഞാൽ വുദൂഇൻ്റെ അവയവങ്ങളിൽ മുറിവുണ്ടായതിൻ്റെ പേരിൽ തയമ്മും ചെയ്യുന്ന വ്യക്തി ആ അവയവം കഴുകേണ്ട സമയമായതിനു ശേഷമേ തയമ്മും ചെയ്യാൻ പാടുള്ളൂ. അതോടൊപ്പം നമ്മൾ പറഞ്ഞു ളുഹറിൻ്റെ സമയമായതിനു ശേഷമേ ളുഹറിനുള്ള തയമ്മും എടുക്കാൻ പാടുള്ളൂ. അതോടൊപ്പം മനസ്സിലാക്കേണ്ടത്, ഒരു തയമ്മും കൊണ്ട് ഒരു ഫർളേ നിസ്കരിക്കാൻ പറ്റും. സുന്നത്ത് നമുക്ക് എത്രയും നിസ്കരിക്കാം, മയ്യത്ത് നിസ്കാരവും എത്രയുമാകാം. അതേസമയം ഫർളായ നിസ്കാരം ഒരു തയമ്മും കൊണ്ട് ഒന്നേ പറ്റൂ. അപ്പോൾ
ളുഹറിന് വേണ്ടി എടുത്ത തേമം കൊണ്ട് അസറിന് പറ്റൂല, അസർ നിസ്കരിക്കാൻ പറ്റൂല. ഇനി ളുഹറും അസറും കൂടി ജംആക്കി നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്നിച്ച് നിസ്കരിക്കുകയാണ്, ഖളാ ആയത് കൂടി നിസ്കരിക്കുകയാണ്. എന്നാലും ഓരോ ഫർദിനും ഓരോ തേമം നിർബന്ധമായി വരും. ആയിരുന്നാലും രണ്ടാമത്തെ ഷർത്ത് വദുഖൂലി വഖ്തി സ്വലാഹ്, നിസ്കാരത്തിന്റെ സമയം പ്രവേശിക്കുക. ഇനി മൂന്നാമത്തേത് വതലബുൽ മാ, വെള്ളം അന്വേഷിക്കണം. വെള്ളമില്ലാത്ത നാട്ടിൽ നമ്മൾ പോയി കുടുങ്ങിയാൽ അവിടെ ഇവിടെ എവിടെയും വെള്ളം കിട്ടാനില്ല എന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് തയമ്മം ചെയ്യല്ലേ വേണ്ടത്. ആ നാട്ടിലും പരിസരത്തും എവിടെയെങ്കിലും വുളൂ ചെയ്യാൻ പറ്റിയ വെള്ളം ലഭിക്കുമോ, അതിൻ്റെ മാന്യമായ വില കൊടുത്ത് വുളൂഇന്റെ വെള്ളം ലഭ്യമാക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കണം. അങ്ങനെ കിട്ടുമെങ്കിൽ അങ്ങനെ തന്നെ പറ്റുള്ളൂ. അതല്ലാത്ത പക്ഷം വുളൂഇന്റെ വെള്ളം അവിടെ ലഭ്യമല്ല. അല്ലെങ്കിൽ വെള്ളമുണ്ട്, പക്ഷെ അമിതമായ വില കൊടുക്കണം. അതിന് സാധാരണ വെള്ളത്തിന് കൊടുക്കേണ്ട വിലയല്ല, അധിക ചാർജ് ഈടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലൊന്നും ആ വെള്ളം നമുക്ക് സ്വീകരിക്കേണ്ടതില്ല. ഒരാൾ നമുക്ക് വെള്ളം തന്നു, അല്ലെങ്കിൽ ഇത് വെള്ളം നിങ്ങൾ അത് കൊടുത്തോളൂ, ഫ്രീ ആയിട്ട് വെള്ളം തന്നാൽ നമുക്ക് അത് വാങ്ങൽ നിർബന്ധമാകും. അതേസമയം പൈസ തന്നിട്ട് ഈ പൈസയിട്ട് വെള്ളം വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കാശ് സ്വീകരിക്കേണ്ട ആവശ്യവും ഇല്ല. അപ്പൊ ഏതായിരുന്നാലും വുളൂഇന്റെ വെള്ളം ലഭിക്കുമോ എന്ന് അന്വേഷിക്കൽ നിർബന്ധമാണ്. അത് ളുഹർക്ക് അന്വേഷിക്കണം, ളുഹറിന് അന്വേഷിച്ചാലും അസർക്ക് അന്വേഷിക്കണം, അസർക്ക് അന്വേഷിച്ചാലും മഗ്രിബിന് അന്വേഷിക്കണം. ഇനി നമ്മുടെ നാട്ടിൽ തന്നെ വരൾച്ചയാണ്, കഠിനമായ വരൾച്ച കാരണം നമ്മുടെ നാട്ടിൽ തന്നെ വെള്ളമില്ലെങ്കിലും നമ്മുടെ നാട്ടിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഭാഗങ്ങളിലൊക്കെ വെള്ളം ലഭിക്കുമോ എന്ന് അന്വേഷിക്കൽ നമുക്ക് നിർബന്ധമാണ്. എന്നിട്ടും വെള്ളം ലഭിക്കാതിരിക്കുമ്പോഴേ നമുക്ക് തയമ്മും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഇനി നാലാമത്തെ ഷർത്ത് പറയുന്നത് വതഅദ്ദുറു ഇസ്തിഅമാലിഹി, വെള്ളം ഉപയോഗിക്കുന്നത് പ്രയാസമാവുക. വെള്ളം ഉപയോഗിക്കാൻ ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടാവുക. ഈ വെള്ളം ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടാവുക എന്ന് പറഞ്ഞാൽ അത് പല രീതിയിലുണ്ട്. ഒന്ന്, വെള്ളം കിട്ടാത്തത് കൊണ്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റാതിരിക്കുക. വെള്ളം കിട്ടാനില്ല, അപ്പോൾ വെള്ളം ഉപയോഗിക്കാൻ വയ്യ. അല്ലെങ്കിൽ വെള്ളമുണ്ട്, പക്ഷേ അത് നമ്മളിപ്പോൾ ഒതോ ചെയ്ത് തീർത്താൽ ഉച്ചയാകുമ്പോൾ ദാഹിക്കുമ്പോൾ കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള നാക്കാലികൾക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല. അപ്പോ ജീവന് വിലയുള്ള മനുഷ്യനായാലും മൃഗങ്ങളായാലും അവയുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ കുടിവെള്ളത്തിന് ഇത് അത്യാവശ്യമാണെങ്കിൽ ആ വെള്ളവും നമുക്ക് എടുക്കേണ്ടതില്ല. ആ വെള്ളം ഒദൂ ചെയ്ത് തീർക്കാൻ പാടില്ല, മറിച്ച് അത് അതിനു വേണ്ടി കുടിക്കാൻ വേണ്ടി മാറ്റിവെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ കുടിക്കാനുള്ള വെള്ളവും കഴിച്ച് ഇനി ഒതുർക്കാൻ വെള്ളം വേറെ ഉണ്ടെങ്കിലേ നമുക്കത് ഉപയോഗിക്കേണ്ടതുള്ളൂ. വെള്ളം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാവുക എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ടെങ്കിലും ആ ഉള്ള വെള്ളം അത് ഇതുപോലെയുള്ള വളരെ അത്യാവശ്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ ഈ വെള്ളം വുളൂ ചെയ്യാൻ ഉപയോഗിക്കേണ്ടതില്ല. വുളൂഇന് പകരം തയമ്മും ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങൾ, പുതിയ രോഗം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഉള്ള രോഗം തന്നെ അത് സുഖപ്പെടാൻ വൈകുകയോ, 2 ദിവസം കൊണ്ട് മാറേണ്ട മുറിവ് വെള്ളം തട്ടിയാൽ അതൊരാഴ്ച നീളും, അല്ലെങ്കിൽ 3 ദിവസമാകും, 4 ദിവസമാകും എന്ന് ഡോക്ടർമാർ പറയുകയാണെങ്കിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കേണ്ടതില്ല. കഠിനമായ തണുപ്പുള്ള നാടുകളിൽ ഒരുപക്ഷെ വെള്ളം ഉപയോഗിച്ചാൽ ആള് തന്നെ മരിച്ചു പോകും, അല്ലെങ്കിൽ തത്തുല്യമായ എന്തെങ്കിലും കാര്യപ്പെട്ട രോഗങ്ങൾ ഒരു പക്ഷേ വന്നു എന്ന് വരും. അങ്ങനെ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമെന്ന് കണ്ടാലും നമുക്ക് വെള്ളം ഉപയോഗിക്കേണ്ടതില്ല. അപ്പൊ ഏതായിരുന്നാലും നാലാമത്തെ ഷർത്ത് വുളൂഇന്റെ വെള്ളം ശരീരത്തിൽ തട്ടുന്നതിന് എന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാവുക. ഇനി അഞ്ചാമത്തത് എന്താണ്? തുറാബു ത്വാഹിർ. അഞ്ചാമത്തത് എന്താണ്? ഷർത്ത് വത്തുറാബു ത്വാഹിർ, ശുദ്ധമായ മണ്ണ് ഉണ്ടായിരിക്കണം. വുളൂ ചെയ്യാൻ വേണ്ടത് ശുദ്ധിയുള്ള മണ്ണാണ്. എന്ന് പറഞ്ഞാൽ നജസ്സായിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പില്ലാത്ത ഏത് മണ്ണും ശുദ്ധിയായ മണ്ണാണ്. ആ ശുദ്ധിയുള്ള മണ്ണ് മാത്രം ആയാൽ പോരാ, പൊടിയുള്ള മണ്ണ് കൂടെ ആകണം. അൻ യകൂന ബിതുറാബിൻ തഹൂരിൻ ലഹു ഗുബാർ എന്നാണ്. പൊടിയുള്ള മണ്ണാകണം. അപ്പോൾ ഉറച്ച നിലത്ത് പോയിട്ട് അടിച്ചു ഒതു പിന്നെ തയമ്മും ചെയ്യാൻ പറ്റില്ല. അപ്പൊ തയമ്മും ചെയ്യാൻ പൊടിയുള്ള മണ്ണ് വേണം. മണല് പൊടിയുണ്ടെങ്കിൽ മണലും പറ്റും. അതേസമയം വെറും മണൽ മാത്രമാണെങ്കിൽ അത് പറ്റൂല. അപ്പോ
തയമ്മം ചെയ്യാൻ വേണ്ടത് ശുദ്ധിയുള്ള പൊടിയുള്ള മണ്ണാണ് വേണ്ടത്. നമ്മുടെ വീട്ടിലും പരിസരത്തൊക്കെയുള്ള മണ്ണുകളൊക്കെ ശുദ്ധിയുള്ള മണ്ണ് തന്നെയാണ്. പിന്നെ നമ്മൾ കുറെ കുഴിച്ച് അടിയെന്നൊക്കെ എടുക്കുന്ന ചില ആളുകളുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ നായ നടന്നിട്ടുണ്ടാകുമോ, അതുപോലെ തന്നെ പൂച്ച മൂത്രയിച്ചിട്ടുണ്ടാകുമോ, കോഴി കാഷ്ടിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് മേൽമണ്ണൊക്കെ ശുദ്ധിയില്ലാത്ത മണ്ണാണെന്നുള്ള ഒരു അബദ്ധധാരണ നമുക്കുണ്ട്. അത് ശരിയല്ല. നമ്മുടെ കണ്ണുകൊണ്ട് അതിൽ നമുക്ക് നജസ് കാണാൻ കഴിയുന്നുണ്ടോ, അത് നജസാകുന്നത് നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ, എന്നാൽ ആ മണ്ണ് എടുക്കാൻ പറ്റില്ല. അതേസമയം നമ്മൾ നോക്കുമ്പോൾ ആ മണ്ണ് ഒരു നജസും കാണുന്നില്ല. നജസിന്റെ വാസനയോ നജസിന്റെ നിറമോ നജസിന്റെ രുചിയോ ഒന്നും അതിൽ കാണാത്ത പക്ഷം നമ്മുടെ കൺമുമ്പിലുള്ള എല്ലാ മണ്ണും ശുദ്ധിയുള്ള മണ്ണാണ്. ആ മണ്ണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മുസ്തഅമലായ മണ്ണ് ആവാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം തയമ്മുമിന് ഉപയോഗിച്ച മണ്ണ് അത് പിന്നെയും തയമ്മുമിന് ഉപയോഗിക്കുക എന്നുള്ളത് പറ്റൂല. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മണ്ണ് വെച്ചു, ഈ മണ്ണിൽ നമ്മൾ തയമ്മം ചെയ്യാൻ വേണ്ടി അടിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ അപ്പോൾ അതിലേക്ക് ഒഴിയുന്ന മണ്ണ് കുഴപ്പമില്ല. അതേസമയം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് മുഖം തടവി കൈകൾ തടവുന്ന സന്ദർഭത്തിൽ നമ്മളുടെ ഈ മുഖത്തുള്ളതോ കയ്യിലുള്ളതോ നമ്മൾ തടവുമ്പോഴോ നമ്മുടെ ആ ശരീരത്തിൽ നിന്നുള്ള ആ ഒരു മണ്ണ്, നമ്മൾ ഫർദിൽ ഉപയോഗിക്കുന്ന ആ മണ്ണ് നമ്മൾ കൊണ്ടുവന്ന മണ്ണിലേക്ക് വീണുപോയാൽ അത് മുസ്തഅമലായ മണ്ണായി. ഈ മണ്ണ് പിന്നെ പറ്റൂല. അതേസമയം അതിലേക്കൊന്നും ആവാതെ നമ്മൾ വിട്ടു നിന്ന് തയമ്മം ചെയ്യുകയാണെങ്കിലോ ഒരു കുഴപ്പമില്ല. നമുക്ക് ഈ നമ്മുടെ ശരീരത്തിലുള്ള ഫർദിൽ ഉപയോഗിച്ച മണ്ണ് അതിലാവാത്ത കാലത്തോളം അത് നമുക്ക് എത്രയും ഇനിയും ഈ മണ്ണ് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഏതായിരുന്നാലും അഞ്ചാമത്തത് ശുദ്ധിയുള്ള മണ്ണ്, ശുദ്ധിയുള്ള പൊടിയുള്ള മണ്ണ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതായിരുന്നാലും തയമ്മുമിൻ്റെ ഷർത്തുകളാണ് നമ്മൾ പറഞ്ഞത്. 5 ഷർത്തുകളാണുള്ളത്. ഒന്ന്, ആ തയമ്മം ചെയ്യുന്നയാൾ വുളൂ ചെയ്യാൻ പ്രയാസമുള്ള ഉസ്ർ ഉള്ളയാളായിരിക്കുക, അതുപോലെ തന്നെ ഇളവുള്ളയാളായിരിക്കുക, അതുപോലെ നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിക്കുക. മൂന്നാമത്തത്, വെള്ളം എവിടെയെങ്കിലും ലഭിക്കുമോ എന്ന് അന്വേഷിക്കുക, അതുപോലെ തന്നെ വെള്ളം ഉപയോഗിക്കുന്നതിന് ശാരീരികമായ പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുക. അഞ്ചാമത്തത്, ശുദ്ധിയുള്ള മണ്ണ് ഉണ്ടായിരിക്കുക. ഇങ്ങനെ 5 ഷർത്തുകളാണ് തയമ്മുമിന് പറഞ്ഞത്. ഇനി തയമ്മുമിൻ്റെ ഫർളുകളിലേക്ക് കടക്കാം. തയമ്മുമിന് ആകെ 4 ഫർളുകളേ ഉള്ളൂ. അതന്നെ ഒന്നാമത്തത് നിയ്യത്താണ്, നാലാമത്തത് തർത്തീബുമാണ്. പണി ആകെ 2 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ആദ്യം നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് വെക്കണം. നമ്മൾ തയമ്മും ചെയ്യാൻ വേണ്ടി സുന്നത്തുകളും അതിൻ്റെ പൂർണ്ണമായ രൂപമൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. ഇപ്പോൾ ഫർദ് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ വെച്ചിട്ടുള്ള മണ്ണിൽ നമ്മൾ അടിച്ചെടുത്ത ശേഷം നമ്മൾ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് ആ നിയ്യത്ത് മനസ്സിൽ കൊണ്ടുവന്ന് നമ്മൾ മുഖം തടവുക. മുഖം തടവുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ മൂക്ക് കഴിഞ്ഞ് ചുണ്ടിൻ്റെ ഇടയിലുള്ള ഈ ഭാഗത്തൊന്നും നമ്മുടെ കൈ തട്ടാതിരുന്നാൽ അവിടെ തടവിലെത്തൂല. അപ്പൊ ശരീരത്തെ മുഖത്തുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും എന്ത് ചെയ്യണം, തടവിലെത്തണം. ആ തടവിലെത്തണം എന്ന് പറയുമ്പോൾ മണ്ണെല്ലോടത്തും എത്തണം എന്നല്ല കേട്ടോ. ഈ മണ്ണ് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ തന്നെ ഒരു 3 പ്രാവശ്യം ഇങ്ങോട്ട് കൊട്ടിയിട്ട് ഈ കയ്യിലുള്ള മണ്ണിന്റെ കനം കുറക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ 2 കൈകളിലേക്ക് ഒന്ന് ഊത അങ്ങനെ ഊതിയിട്ട് ഉള്ള മണ്ണിന്റെ കനം ഒന്ന് കുറക്കൽ സുന്നത്തുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ആ മണ്ണ് കയ്യിൽ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, പൊടിയുള്ള മണ്ണ് നമ്മൾ അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള മണ്ണ് മതി. ആ മണ്ണ് കൊണ്ട് നമ്മൾ മുഖം തടവുകയാണ് വേണ്ടത്. മുഖം തടവുക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മളുടെ കൈ എത്തണം. താടിയുടെ മുകൾ ഭാഗത്തിലൂടെയൊക്കെ നമ്മൾ നന്നായി തടവുകയാണ് വേണ്ടത്. അതോട് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇതുപോലെയുള്ള കുണ്ടുകൾ, ഈ മൂക്കിന്റെ ഈ ഭാഗങ്ങൾ, അങ്ങനെ ഈ ചുണ്ടിന്റെ വാഹിറായ പുറം ഭാഗത്തേക്ക് നമ്മൾ ചുണ്ട് കൂട്ടിയാൽ പുറം ഭാഗത്തേക്ക് കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഏതെത്തണം, നമ്മളുടെ തടവൽ എത്തണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അപ്പോൾ ഒന്നാമത്തേത് നിയ്യത്ത്, രണ്ടാമത്തേത് മുഖം തടവുക. അതാണ് തയമ്മുമിന്റെ ഫർളുകൾ 4 ഒന്ന് അന്നിയ്യത്തു, ഒന്ന് നിയ്യത്ത് വെക്കലാണ്. നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന നിയ്യത്താണ് തയമ്മുമിന് വെക്കേണ്ടത്. അതുപോലെ വമസ്ഹുൽ വജ്ഹി, മുഖം തടവുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിട്ടുപോകാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് മുഖം തടവുക. മൂന്നാമത്തേത് വമസ്ഹുൽ യദൈനി,
രണ്ട് കൈകളും തടവുക. രണ്ട് കൈയും തടവുക എന്ന് പറഞ്ഞാൽ മുഖത്തിന് വേണ്ടി ആദ്യം ഒന്ന് മണ്ണ് അടിച്ചെടുക്കണം. എന്നിട്ട് മുഖം തടവിയ ശേഷം കൈമലുള്ള പൊടിയൊക്കെ മാറ്റിയതിന് ശേഷം രണ്ടാമത് കൈക്ക് വേണ്ടി രണ്ടാമത് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ മണ്ണ് നമ്മൾ അടിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ ഈ അടിച്ചെടുത്ത മണ്ണ് ഈ കൈ ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈ മുഴുവനായിട്ടൊന്ന് തടവുക. വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയും നന്നായി ഒന്ന് തടവിയാൽ സംഗതി പൂർത്തിയായി. അതേസമയം ഈ രണ്ട് കൈകളും തടവുന്നതിൻ്റെ ഒരു പരിപൂർണമായ ഒരു രൂപമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മണ്ണിലേക്ക് നമ്മൾ ആദ്യം കൈ അടിച്ചെടുത്തിട്ട് ഈ ഇടത്തെ കൈ കൊണ്ടാണ് വലത്തെ കൈ തടവേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. വലത്തെ കൈ കൊണ്ടാണ് ഇടത്തെ കൈ തടവേണ്ട രൂപം ഇടത് കൈയിന്റെ ഈ വിരലിന്റെ ഭാഗത്ത് ആയ മണ്ണ് കൊണ്ട് നമ്മൾ ആദ്യം കൈയിന്റെ പുറം ഭാഗം ഇങ്ങനെ തടവുക. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് മുട്ടുൾപ്പെടെ തടവിയിട്ട് പിന്നെ ഈ കൈയിന്റെ പള്ള കൊണ്ട് ഈ പള്ള ഇങ്ങനെ തടവിയിട്ട് ഈ കൈയിന്റെ തള്ളവിരലിന്റെ പുറം ഭാഗം ഇടത്തെ കൈയിന്റെ തള്ളവിരലിന്റെ ഉൾഭാഗം കൊണ്ട് തടവുക. ഇപ്പോൾ ഈ ഭാഗം മൊത്തം നമ്മൾ തടവി കഴിഞ്ഞു. ശരീരത്തിന്റെ എല്ലാ ഭാഗവും എന്ത് ചെയ്തു? തടവി കഴിഞ്ഞു. ഇനി ഈ വലത്തെ കൈയിന്റെ ഈ വിരലുകളുടെ പള്ള കൊണ്ട് ഇടത്തെ കൈയിന്റെ പുറം ഭാഗത്തിലൂടെ ഇങ്ങനെ വന്ന് പിന്നെ കൈയിന്റെ പള്ള കൊണ്ട് മുട്ടുൾപ്പെടെ തടവിന് ശേഷം കൈയിന്റെ പള്ള കൊണ്ട് ഈ പുറം ഭാഗവും തടവിയതിന് ശേഷം ഇങ്ങനെ ഈ തള്ളവിരലിന്റെ പള്ള കൊണ്ട് ഈ തള്ളവിരലിന്റെ പുറം ഭാഗം തടവിയാൽ എന്തായി? ഇപ്പോ തടവി കഴിഞ്ഞു. ഇനി ഇങ്ങനെ ഒരു തടവലും തടവുക. പിന്നെ ഈ വിരലുകൾ ഇങ്ങനെ കോർക്കുകയും ചെയ്താൽ പരിപൂർണമായ തടവലായി. അപ്പൊ അങ്ങനെ ആണ് എന്ത് ചെയ്യേണ്ടത്? കൈ തടവേണ്ടത്. ഇങ്ങനെ കൊണ്ടുവന്ന് എല്ലായിടത്തേക്കും നമ്മൾ തടവിലെത്തുക. ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്ന് എല്ലായിടത്തും തടവിലെത്തിയിട്ട് ഇങ്ങനെ വരുതിയിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ ഒന്ന് കോർത്താൽ എന്തായി? തയമ്മും കഴിഞ്ഞു. ഇനി നാലാമത്തെ ഫർദ് എന്താണ്? തർത്തീബാണ് നാലാമത്തെ ഫർദ്. മൂന്നാമത്തെ ഫർദ് കൈ തടവലോട് കൂടെ കഴിഞ്ഞു. മൂന്നാമത്തെ ഫർദ് എന്തായിരുന്നു? വമസ്ഹുൽ യദൈനി മഅൽ മിർഫഖൈൻ, രണ്ട് മുട്ടുൾപ്പെടെ രണ്ട് കൈകളും തടവുക. അതാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നത്. ഇനി നാലാമത്തെ ഫർദ് തെർത്തീബാണ്. തെർത്തീബ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ആദ്യം നിയ്യത്ത് വെച്ച് മുഖം തടവി കൈ തടവി അങ്ങനെ ആ ഓർഡർ പ്രകാരം ചെയ്യുക. അതാണ് വഴിയായിട്ട് ചെയ്യുക. ഇതാണ് തയമ്മുമിൻ്റെ പ്രധാനപ്പെട്ട ഷർത്തുകളും ഫർളുകളും. അള്ളാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ ക്ലാസ് സ്വീകരിക്കട്ടെ. നാഫിയായ ഇൽമ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും നമുക്ക് ഈ ഇൽമ് നമ്മിലേക്ക് കൈമാറിയ മഹാന്മാരായ മശായിഖ്മാരുടെ പേരിലും നമ്മുടെ ഈ കിതാബിൻ്റെ മുസന്നിഫായ അബ്ദുൽ അസീസ് മഖ്ദൂം തങ്ങളുടെ പേരിലും ഫാത്തിഹ ഓതുന്നു. ഇലാ ഹദറാത്തിഹിം അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ